എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ആ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം വീഡിയോ ലെന്തി ആയി പോകും കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും കാണിച്ചു തരാമേ. ശരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്ലേ പോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് സെറാമിക് ക്ലേ പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ട ഒരു പംകിൻ ഷേപ്പാണുള്ളത്, പല ഷേപ്പിലുള്ളതുണ്ടേ. നല്ല രസമുണ്ട് അല്ലേ? ശരിക്കും ഇങ്ങനെ കാണുന്നതെന്ന് നേരിട്ട് കാണാൻ നല്ല കളറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്തത് എന്താണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. എത്രയൊക്കെ ക്ലേ പോട്ടുകളൊക്കെ ഉണ്ടെങ്കിലും കാണാൻ, അതായത് വെറൈറ്റി ആയിട്ട് തോന്നുന്ന പോട്ടുകളൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇതൊക്കെ ഫുഡ് സെർവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കേ ഒരു വെറൈറ്റി അല്ലേ. അപ്പം എന്നെ പോലെ ക്ലേ പോട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് എഗ് ട്രേ ആണ്. അപ്പോൾ അടുത്തത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ശരിക്കും ഇത് നല്ല വർത്തായിട്ടുള്ള ഒരു ബൗളാണ് കേട്ടോ. കാരണം നമുക്ക് സാലഡ്, ഇപ്പം കുറച്ചധികം സാലഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സെർവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി വേണമെങ്കിൽ സെർവ് ചെയ്യാം. അത്യാവശ്യം നല്ല ഇതാ കണ്ട വലിപ്പമുള്ളതാണ് ഇത് വന്നിട്ട്. ഇനിയിപ്പം ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഇത് വന്നിട്ട് ഒരു പ്ലേറ്റാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഇപ്പോൾ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു പ്ലേറ്റാണ്. സ്നാക്സ് ആണെങ്കിലും നമുക്ക് ഇതിൽ സെർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും അടിപൊളി തന്നെയാണ്. അപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ക്ലയോറ സെറാമിക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങിക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഇത് ഇത്ര നമ്മുടെ സനക്കുട്ടി വീഡിയോ എടുക്കുന്നത് കണ്ടോ. എന്തായാലും സംഭവം നല്ല കിഡു കേട്ടോ. അപ്പോൾ സനക്കുട്ടി ഇതൊക്കെ എടുത്തു വെച്ച് ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ ഞാനിതെല്ലാം അവൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുകയാണേ. ഇപ്പോൾ എപ്പോഴും നല്ല മഴയാണല്ലോ. അപ്പോൾ വൈകുന്നേരം ഇതുപോലെ നല്ല മഴക്കാറിങ്ങനെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു കുറേ നാളായി കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാനിങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു എന്തായാലും മടിയൊക്കെ മാറ്റി വെച്ചിട്ട് കിച്ചണിലേക്ക് വന്ന് ഇത് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് നാളായി ഇത് ഉണ്ടാക്കിയിട്ട്. പിന്നെ ഞാൻ ഇതിനിടയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഞാൻ ചക്ക ഫ്രോസൺ ആക്കിയിട്ട് സൂക്ഷിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചക്ക എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ചക്ക കൊണ്ടുള്ള റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം അതൊന്ന് ചൂടായിട്ട് വേണം ഈ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഈവനിങ് സ്നാക്കല്ലേ ഇത്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ മൂക്കണ്ട കേട്ടോ, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. മൂത്ത് പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ലേ. പിന്നെ ഞാൻ എപ്പോഴും ഇതുപോലെ ശർക്കര ഉരുക്കി അരിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് പതിവ് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരുപാട് മധുരമൊന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാണോ അതേ ശർക്കര നേരിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നവരാണോ എന്നുകൂടി പറയണേ. അപ്പം തേങ്ങ കുറഞ്ഞു പോയതുപോലെ തോന്നിയുണ്ട് കുറച്ച് തേങ്ങയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശർക്കര ഉരുക്കി അരിച്ച് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇടേനെ. ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഇളക്കിതാ ഇതുപോലെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം മതി. നല്ല ഒരു മണം വരും ആ ശർക്കരയും തേങ്ങയും ഏലക്കപ്പൊടിയും നെയ്യും ഒക്കെ ചേർന്ന് വരുമ്പോഴേക്ക്. അപ്പം ഞാനത് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് എടുത്തു വെച്ചു കേട്ടോ. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. തിള വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കാനേ. ഞാൻ ഇതിൽ തന്നെയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു തേങ്ങ വറുത്തതിൽ ആദ്യം നെയ്യ് ഇട്ടപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പം ഞാൻ അവസാനം ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഇങ്ങനെയല്ലേ, കുറച്ച് നെയ്യ് ഈ പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇച്ചിരി അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത ശേഷം കിസ്മിസ് ഇട്ട് വറുത്ത് കൊടുക്കുക. ആദ്യമേ നമ്മളിത് ചേർത്തിരുന്നെങ്കിൽ പ്രശ്നം വരത്തില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി കേട്ടോ. ചില സമയങ്ങളിൽ ഇങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോഴേക്ക് വിട്ടുപോകും. കുഴപ്പമില്ല. ഇതിനിപ്പം നമ്മളിതായി തേങ്ങ വറുത്തതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയല്ലേ. അപ്പം അതവിടെ ഞാൻ ഒന്ന് തണുക്കാനായിട്ട് വെച്ചതാണ്. തണുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ ഇതുവരെ മാവ് റെഡിയാക്കിയില്ലല്ലോ.
അപ്പം തിള വരാറായപ്പോഴേക്ക് ഞാനിതാ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ, ആ രീതിക്ക് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ ചില സമയത്ത് നല്ല ലൂസായിട്ട് മാവ് എടുക്കുകയാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ട, ഇതിപ്പം നമ്മളുടെ ഇലയപ്പത്തിൻ്റെ ഇലയാണ് കേട്ടോ. നിങ്ങൾ ഇതിന് എന്ത് പേര് പറയും എന്ന് പറയണം കേട്ടോ. വട്ടയില, നമ്മുടെ അവിടെ വട്ടയില എന്ന് പറയും. നല്ല രസമുണ്ടല്ലേ. പക്ഷെ ഇതിന് എന്തുകൊണ്ടും ഇതിന് വട്ടയില എന്ന് പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. വട്ടത്തിലല്ല ഇതിരിക്കുന്നത്, ആനയുടെ ചെവി പോലെയാണ് എനിക്കിത് കാണുമ്പം തോന്നുന്നത്. ശരിക്ക് എന്നെ പോലെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. അപ്പം ഞാൻ ആ ഇലയിൽ നിന്ന് കുറച്ചെടുത്ത് കഴുകി ഇതാ കൊണ്ടുവന്നു. ബാക്കി ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചക്ക എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ചക്ക വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. അപ്പം ചക്കയപ്പം വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഈ മാവ് ഒന്ന് പരത്തണേ, കനം കുറച്ച് പരത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ശരിക്ക് ഈ മഴയൊക്കെ വരുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ഇങ്ങനൊക്കെ എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നുന്നത് അല്ലേ. എനിക്ക് മാത്രമുള്ള ഒരു തോന്നലാണോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അപ്പം ഞാനിത് ആവിയേറ്റി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം എല്ലാം ഫില്ല് ചെയ്തത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സംഭവം വളരെ എളുപ്പമാണ്. നമുക്ക് ആ തേങ്ങയൊന്ന് ശർക്കരപ്പാനിയും നെയ്യും ഒക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരത്തക്ക രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. അത്രമാത്രമേ ഉള്ളൂ ഇതിൻ്റെ പണി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. നമ്മൾ റെഡിയായി കഴിയുമ്പോൾ നല്ല ഒരു മണമല്ലേ ഈ ഒരു വട്ടയിലയിൽ റെഡിയാക്കുമ്പോഴേക്ക്. ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് ആവിയേറ്റിട്ടുള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ വെന്ത മാവ് തന്നെയല്ലേ ഇത്. അപ്പം അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ചൂട് കേട്ടോ, നല്ല മണവും വരുന്നുണ്ടേ. അതുപോലെ തന്നെ ഈ തെരളിയപ്പം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എനിക്ക് തെരളിയപ്പവും ഇഷ്ടമാണ്. പക്ഷേ തെരളിയില എപ്പോഴും കിട്ടാൻ വലിയ പ്രയാസമാണല്ലോ. അപ്പം ഇതാണ്ട നമ്മളുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതിൽ ചക്ക ചേർക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് ഡീഫ്രോസ്റ്റ് ചെയ്തൊക്കെ എടുക്കണ്ടേ, അത് കാരണം പിന്നെ ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. നല്ല ആവിയുണ്ട്, ആവി ഉറക്കുകയാണ്. അപ്പം ഞാൻ ഇതാ നമ്മുടെ വരാന്തയിലേക്ക് അതും കൊണ്ട് വന്നിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റും മഴയും തുടങ്ങി കേട്ടോ. അപ്പം ഈ ഒരു ക്ലൈമറ്റിൽ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം എണ്ണ പലഹാരങ്ങളെക്കാളും എന്തുകൊണ്ട് നല്ലതല്ലേ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരമാകുമ്പോൾ. നിങ്ങൾക്കൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണോ അതേ പൊരിപ്പുകൾ ആണോ ഇഷ്ടം? അതും കൂടി ഒന്ന് പറയുക കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പൊ ഞാൻ അപ്പത്തിനായിട്ട് അരി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒരുപാട് പ്രാവശ്യം അപ്പം ഉണ്ടാക്കുന്നതിന്റെയൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിലും കുറെ പേർക്ക് ഒരുപാട് സംശയങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതില് 2-3 ടിപ്സ് പറയുന്നുണ്ട്. അപ്പൊ ആ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റും പെർഫെക്റ്റും ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുവേ. അപ്പം ഇപ്പം അരി ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. കാരണം ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഒറ്റ ബാച്ചായിട്ട് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ പച്ചരി കുതിർത്തത് ഇട്ടു. അതിനുശേഷം തേങ്ങ ആവശ്യാനുസരണം തേങ്ങയും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ചോറാണ് കേട്ടോ. അപ്പം നല്ല വെള്ള കളറിലിരിക്കണമെങ്കിൽ നമ്മൾ വെള്ള റൈസ് തന്നെ ചേർക്കണേ. അപ്പോഴാണ് ആ അപ്പം നല്ല വെള്ള കളറിലിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, അതായത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇനിയിപ്പം ഞാൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇനിയിപ്പം 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ടിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ തന്നെ നേരം വൈകി ഇന്ന് രാത്രി എടുക്കാനുള്ളതാണ്. പിന്നെ ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ, രാത്രി എന്തുണ്ടാക്കും എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചാണ് ഞാൻ അപ്പത്തിന് അരി വെള്ളത്തിലിട്ടത്. അപ്പം അതായത് ഇതുപോലെ 2 ബാച്ചായിട്ട് അരച്ചത് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ച ശേഷം ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്ക് അപ്പത്തിൻ്റെ മാവ് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ ഈസ്റ്റ് ചേർക്കാത്ത അപ്പമൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഈസ്റ്റ് ചേർക്കാത്തത്, സോഡാപ്പൊടി ചേർക്കാത്തത്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഇതിലേതെങ്കിലുമൊക്കെ ചേർത്താൽ മാത്രമേ കറക്റ്റായിട്ട് മാവ് പൊങ്ങി വരത്തുള്ളൂ. അങ്ങനെ ഇപ്പം രാത്രി എന്തുണ്ടാക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ കഴിഞ്ഞ് കേട്ടോ.
അപ്പോൾ ഞാൻ അതാ ഇവിടെ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും മാവൊക്കെ ഇങ്ങനെ വരും, അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഞാൻ ഇതാ കുറച്ച് പച്ചമാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അച്ചാറിടാൻ വേണ്ടിയിട്ടാണേ. കുറേ നാളായി ഇവിടെ ഇപ്പം ഞാൻ അച്ചാർ ഇട്ടിട്ട്. ഇപ്പം മാങ്ങ അച്ചാർ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിരിക്കട്ടെ, നിങ്ങൾക്ക് മാങ്ങ അച്ചാറാണോ നാരങ്ങ അച്ചാറാണോ ഇഷ്ടം? ഞാൻ ചില സമയം വിചാരിക്കും കേട്ടോ, ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷേ ഈ പറഞ്ഞ മാതിരി എന്തു പറയാൻ, ഒന്നും നാരങ്ങ ആ ഒരു പരുവത്തിനുള്ളത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ചില സമയം ഞാൻ അതങ്ങ് വിട്ടും പോവും. അപ്പോൾ എന്തായാലും നാരങ്ങ അച്ചാർ വേണം എന്നുള്ള ഒരു കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിനു മുൻപ് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ നാരങ്ങ അച്ചാർ ഇടുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നേ. അത് കുക്കറിൽ നാരങ്ങ അച്ചാർ ഇടുന്നതാണ്. പക്ഷേ അത് എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാവോ. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ലോങ് വീഡിയോയിൽ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തന്നാലോ എന്ന്. എന്തായാലും വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നല്ല മാങ്ങ, പച്ചമാങ്ങ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണേ. ഇപ്പം അങ്ങനെ അധികം പച്ചമാങ്ങ കിട്ടൽ കുറവാണ്, എല്ലാ മാങ്ങയും പഴുത്തിട്ടുണ്ട് അല്ലേ, ഈ മാങ്ങ സീസൺ അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയെന്നാൽ എൻ്റെ കയ്യിൽ മാങ്ങ അച്ചാർ കഴിയുകയും ചെയ്തു. ഇവിടെ നിസാറിക്കാക്ക് അച്ചാറൊന്നും വലിയ ഇഷ്ടമില്ല, പിന്നെ എന്തെങ്കിലും അങ്ങനെ കഴിക്കണമെങ്കിൽ തന്നെ മാങ്ങ അച്ചാറേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ കഞ്ഞിയൊക്കെ കഴിക്കുമ്പോഴേ, അപ്പോൾ കഞ്ഞിയോടെയൊക്കെ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഞ്ഞിയോടെ അച്ചാർ, ചമ്മന്തി, പപ്പടം, പയർ തോരൻ, എന്താ ടേസ്റ്റ് ആണ് അല്ലേ. ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേക്കുള്ളത് അതൊക്കെ ഭയങ്കര എന്ത് പറയാൻ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ രുചികളാണ്. രാത്രിയൊക്കെ ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ കിടക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ, സുഖമായിട്ട് നമ്മൾ ഉറങ്ങും. അതാണ് വാസ്തവം. ഇപ്പം നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ മിക്കവാറും എനിക്കൊന്ന് വീടുകളിൽ കഞ്ഞിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പോഴാണ് ഇങ്ങനെ പലഹാരങ്ങളുടെ പുറകെയൊക്കെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും ആ മാങ്ങയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തു. അതിപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യാനുസരണമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി, ഓവറായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് ഇത്രയും മാങ്ങ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും അച്ചാർ ഇടുമ്പോഴും ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് എടുക്കത്തില്ല കേട്ടോ. അത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും, നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ അച്ചാർ ഇടുമ്പോൾ എപ്പം ഞാൻ വിചാരിക്കും കേട്ടോ, ബീഫ് അച്ചാറൊക്കെ ഒന്ന് കുറച്ച് ഇട്ട് വെച്ചാലോ ഒന്ന്. പണ്ടൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ കുറച്ചധികം പേര് എൻ്റെ അടുത്ത് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കുമ്പം വീഡിയോ എടുത്തിട്ട് ഉണ്ടാക്കാം, നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമല്ലോ. അപ്പം അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ച ശേഷമാണ് ഇതാ കുറച്ചധികം വെളുത്തുള്ളി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം എനിക്ക് ഈ പറഞ്ഞ മാതിരി ഏറ്റവും മടിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം നമ്മളുടെ ഈ ഒരു വെളുത്തുള്ളി ക്ലീനർ ഉള്ളത് കൊണ്ട് അത് വെച്ചിട്ട് ഞാൻ വെളുത്തുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇത് ഒരു 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയിട്ട്, എളുപ്പം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അതിൽ തന്നെ എല്ലാം പൊളിഞ്ഞൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതിന് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് കുറേ ഇളകിയത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും പറ്റും. ഇളകാനുള്ളത് നമ്മളൊന്ന് പിടിക്കുമ്പോൾ തന്നെ അതിങ്ങ് ഇളകി വരും കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അതാണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം വെളുത്തുള്ളിയുടെ കാര്യത്തിന് ഒരു പരിഹാരമായി എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും ഇതാ മാവ് ഉണ്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് അധികം നേരമൊന്നും ആയിട്ടില്ല, ഞാൻ ഈ ഒരു ജോലി കഴിയുന്ന ഇത്രയും നേരമേ ആയിട്ടുള്ളൂ കേട്ടോ. എന്തുകൊണ്ട് ഇങ്ങനെ പൊങ്ങിയെന്നറിയാവോ? ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമ്മളിതിൽ ചേർത്തത് കൊണ്ടാണ് മാവ് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത്. പിന്നെ മഴയാണെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്, അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം ഇത്രയും വെളുത്തുള്ളി എടുത്തപ്പോൾ അതാ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കിലോ വെളുത്തുള്ളിയും 1/2 കിലോ ഇഞ്ചിയാണ് എടുത്തത്. അപ്പം ഇതിനിപ്പം ഇഞ്ചി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഇതുപോലെ പിച്ചാത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കുകയാണ്. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഈ പിച്ചാത്തിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പീലർ കൊണ്ട് അങ്ങോട്ട് പിടിച്ചെടുത്ത് കേട്ടോ. അതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്യാൻ തോന്നുന്നത്. ഇങ്ങനെ ചുരണ്ടി നിന്നാൽ ഞാൻ ഇന്നിവിടെ ചുരണ്ടി നിൽക്കുകയുള്ളൂ. എന്തായാലും പീലർ കൊണ്ട് അതൊക്കെ ഒന്ന് എടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ നമ്മളുടെ വലിയ ചോപ്പർ എടുത്ത് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇതിപ്പം ഇഞ്ചി കണ്ടില്ലേ മുഴുവനായിട്ട് എന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ മിക്സിയിലാണ് ചെയ്യണമെങ്കിൽ മിക്സിയിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മോട്ടർ ചൂടായി പോകും കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്മളുടെ ജോലിയൊക്കെ ഒന്ന് കഴിയുമെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അത് ചോപ്പ് ആയി വന്ന ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല, ചേർക്കാതെയാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷാക്കി എടുക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ ഈ ഇതിൽ റെഡിയാക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാ കറിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കണത്, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നൊന്നുകൂടി പറയുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഇറച്ചിക്കറി, കടലക്കറി അങ്ങനെയുള്ള കറികൾക്കൊക്കെ ഇതാണ് നല്ലത്. ഒരു പ്ലേറ്റിലേക്ക് ഇതായി 2 പ്ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലിംഗ് റാപ്പ് കൊണ്ട് മൂടിയിട്ട് ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുവേ. സെറ്റായി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് സിപ്ലോ കവറിൽ വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം എൻ്റെ ആ ഒരു ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നിസാറിക്ക പള്ളിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പം നിസാറിക്കാക്ക് ഇതാ അപ്പം ചുട്ടെടുക്കണേ. അപ്പോൾ എന്താ നമ്മളുടെ അപ്പച്ചട്ടിയിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ തടവണത് കേട്ടോ. എന്നിട്ട് ഇതാ മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ അപ്പച്ചട്ടിയിൽ നിന്ന് അപ്പം ഇളകാത്തവർ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പം ഈസി ആയിട്ട് ഇളകി കിട്ടും കേട്ടോ. അതൊക്കെ ഒരു ടിപ്പാണേ. അതുപോലെ തന്നെ എനിക്ക് അതായത് എൻ്റെ കയ്യിൽ ബ്രാസിൻ്റെ അപ്പച്ചട്ടിയുണ്ട്, മൺചട്ടിയിലെ അപ്പച്ചട്ടിയുണ്ട്, നോൺ സ്റ്റിക്ക് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടം ഈ കാസ്റ്റേൻ്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഭയങ്കര ഈസി ആയിട്ട് അപ്പം നമുക്കിതിൽ നിന്ന് ഇളക്കിയിട്ട്, ഇത് ഇൻഡസ് വാലിയുടേതാണേ, നല്ല അപ്പമാണ് കേട്ടോ. അപ്പം എനിക്ക് പക്ഷേ ഇതെനിക്ക് ഒരു ചട്ടിയേ ഉള്ളൂ. 2 ചട്ടി ഇതേ ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലി ഒന്ന് ഒതുക്കാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ. നല്ല അപ്പച്ചട്ടിയാണ്. അതായത് ഓരോ ചട്ടിയിലും നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പം അതിൻ്റെതായ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഏത് അപ്പച്ചട്ടിയാണ് അപ്പം ഉണ്ടാക്കാൻ ഇഷ്ടം എന്നുകൂടി പറയുക കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ എന്ത് കറിയാണ് ഇഷ്ടം? ഇവിടെ ഞാൻ ഇന്നിപ്പം കടലക്കറിയോ മുട്ടക്കറിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതാ കണ്ട മീൻ കറിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കിയ മീൻകറിയാണ്. അത് ഇന്നലെ തിളപ്പിച്ചു വെച്ചു, പിന്നെ രാവിലെ തിളപ്പിച്ചു, ഉച്ചയ്ക്ക് എടുത്തു. അതിൻ്റെ ബാക്കിയാണ് ഇത് നല്ല വറ്റിച്ച നെത്തോലിക്കറിയാണ് കേട്ടോ. അതും അപ്പവും അടിപൊളി കോമ്പിനേഷൻ അല്ലേ. ഇതിഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയണം കേട്ടോ. എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാവോ അത് കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള അപ്പവും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. എനിക്കാണെങ്കിൽ അപ്പമൊക്കെ ആണെങ്കിലും അവർ ടേബിളിൽ വന്നിരിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കൊണ്ടു കൊടുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആഹാരം കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചൂടോടെ കൊടുക്കുമ്പം കഴിക്കുന്നവർക്കും ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം എൻ്റെ ഈ ഒരു ജോലി പെൻഡിങ് ആയിരുന്നു. ഞാൻ മാങ്ങ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പം മടി വിചാരിച്ച് അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഞാൻ പിന്നെ കറിവേപ്പിലയും പച്ചമുളകൊന്നും ചേർക്കത്തില്ല കേട്ടോ. അതൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഇത് കേടായി പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും അത് മൂക്കണം. ഒരുപാട് അത് മൂക്കുകയല്ല, അതിൻ്റെ ആ ജലാംശം ഒന്ന് പോത്തക്ക രീതിയിൽ വരണം. എങ്കിൽ മാത്രമേ ഇത് കുറേ ദിവസം കേടാകാതൊക്കെ ഇരിക്കത്തുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ഇട്ട് വെക്കത്തില്ല. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഇടുമ്പോഴാണ് അച്ചാർ നല്ല ടേസ്റ്റ് ആവുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറണം ഈ മുളക് പൊടിയുടെയൊക്കെ. അപ്പം ഇതെല്ലാം ഞാൻ വീട്ടിൽ റെഡിയാക്കി എടുത്ത പൊടികളാണ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയെല്ലാം. കായപ്പൊടി മാത്രമേ ഉള്ളൂ പുറത്തുനിന്നുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ടേസ്റ്റ് മാറും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ വീട് മൊത്തം അച്ചാറിൻ്റെ മണമാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വിനാഗിരി വേണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേറൊന്നുമില്ല, ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കണം. തണുത്ത ശേഷം മാത്രമേ നമ്മൾ മാങ്ങ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാവൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തണുത്തപ്പോൾ കണ്ട മസാലയൊക്കെ അങ്ങ് കട്ടിയായി. അത് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ ഈ മാങ്ങയിൽ ജലാംശമുണ്ട്. കണ്ട ഉപ്പൊക്കെ ഇട്ടെടുത്തതുകൊണ്ടേ. അപ്പോൾ ആ മാങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് തട്ടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഇപ്പം നല്ലതുപോലെ തണുത്തിരിക്കുകയില്ലേ, നമുക്കിത് ബോട്ടിലാക്കി ഞാൻ പുറത്ത് വെക്കാറില്ല. പലരും എൻ്റെ അടുത്ത് ചോദിക്കും ഇത്ര പുറത്ത് എത്ര ദിവസം ഇരിക്കും എന്നൊക്കെ. ഞാൻ അങ്ങനെ പുറത്ത് വയ്ക്കൂലേ, വെച്ച ഉടൻ തന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യണത്.
അപ്പോഴേ അത് ശരിയാകത്തുള്ളൂ കേട്ടോ. ഇന്ന് കാണിച്ചതിൽ ഏത് റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയണേ. അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി വ്ളോഗായിട്ടൊക്കെ കാണാം. അതിന് മുൻപ് ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.